പ്രൈസ് ലോർഡ്. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ, എന്നാൽ പ്രാർത്ഥനയേക്കാൾ ഉപരി ഈ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യേ ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ട് അറിഞ്ഞ് അതിൽ സന്തോഷിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നൊരു വചനം, ആ വചനം പ്രൈസർ ഫാമിലിയുടെ നിവർത്തീകരിച്ചൊരു അത്ഭുത സാക്ഷ്യം നിങ്ങളുമായി പങ്കുവച്ച്, അതെ, ആ അത്ഭുത സാക്ഷ്യത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, അതെ, വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ഇന്ന് ആ അത്ഭുതത്തിലേക്ക് നിങ്ങൾ കടക്കും. ഇന്നലകളിൽ, അതെ, ആ കണ്ണുനീരും ആ നിരാശയും വേദനയും ഇനി എന്നാ ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഞാൻ ശരിയായ വഴിയിലാണോ, ഈ വഴിയാണോ ഞാൻ സഞ്ചരിക്കേണ്ടത്, ഇങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെയാണോ ഉപവസിക്കേണ്ടത്? കൺഫ്യൂഷനല്ലേ? കാരണം എന്താ? ആ അത്ഭുതം, അതെ, അത് പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ആ അത്ഭുതത്തിലേക്ക് നിങ്ങളെ കരം പിടിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുവാൻ പോകുക. നിങ്ങളുടെ അത്ഭുതത്തിലേക്ക്, കണ്ണുനീരിന്, നിരാശയ്ക്ക്, വേദനയ്ക്ക് അറുതി വരുത്തുന്ന നിങ്ങളുടെ അത്ഭുതത്തിലേക്ക് പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുവാൻ തുടങ്ങിയ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം. പ്രൈസർ ഫാമിലിയിലേക്ക് ചില മാസങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥനാ വിഷയം അറിയിച്ച ഒരു സഹോദരി, ആ സാക്ഷ്യം ഞാനൊന്ന് അറിയിക്കട്ടെ. പ്രൈസ് ലോർഡ് പാസ്റ്റർ ആൻഡ് സിസ്റ്റർ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാസ്റ്റർ, എൻ്റെ പേര് സജിത, തിരുവനന്തപുരത്ത് നിന്ന്. എൻ്റെ ഒരു സാക്ഷ്യം പറയുവാനാണ് ഇന്ന് ഈ മെസ്സേജ് അയക്കുന്നത്. ഏതാണ്ട് ഒരു വർഷം, ഏകദേശം 2023 ജനുവരി, ആ ഒരു കാലയളവിൽ കുറേയധികം സാമ്പത്തിക പ്രശ്നങ്ങളാലും അതിൻ്റെ കൂടെ കയറി വന്ന മറ്റുവിധ പ്രശ്നങ്ങളാലും വളരെ ഭാരത്തോടും സങ്കടത്തോടും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉറക്കം പോലും നഷ്ടപ്പെട്ട കുറേ ദിനങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു സമയത്താണ് എല്ലാ മെസ്സേജുകളും കേൾക്കുന്ന കൂട്ടത്തിൽ ആദ്യമായിട്ട് അങ്ങയുടെ പ്രഭാതമന്നെ എന്ന മെസ്സേജും കേട്ടത്. യാദൃശ്ചികമായിട്ടാണെങ്കിലും അന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാതെ തന്നെ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. പൊതുവിൽ അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലും അത് എനിക്ക് മാത്രമുള്ള പ്രാർത്ഥനയായിരുന്നു. തുടർന്ന് ഞാൻ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോഴത്തെ അവസ്ഥയുമൊക്കെ ഉൾപ്പെടുത്തി ഇതുപോലൊരു മെസ്സേജ് അയച്ചു വിളിച്ചിരുന്നു, കിട്ടിയില്ല. അതുകൊണ്ടാണ് നീണ്ട ഒരു മെസ്സേജായി അയച്ചത്. ഒത്തിരി കടബാധ്യതകൾ എൻ്റെ മുൻപിലുണ്ട്. എനിക്ക് ജോലിയില്ല, ഹസ്ബൻഡിന് ജോലിയില്ല, ഹസ്ബൻഡ് അറിയാവുന്നതും ഞാൻ വരുത്തി വച്ചതുമായ ഒത്തിരി ബാധ്യതകൾ നിൽക്കുന്നുണ്ട്. മക്കൾ 2 പേരും പഠിക്കുന്നു. മുൻപിൽ ഒരു വഴിയില്ല. ജോലിക്കായി പലയിടങ്ങളിൽ അന്വേഷിച്ച് ഒരിടത്തൊന്നും കംഫർട്ടായിട്ടുള്ള ഒന്നും എനിക്ക് കിട്ടിയില്ല. ഒടുവിൽ മാസം 5000 രൂപയെങ്കിലും കിട്ടുന്ന എന്തേലും ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചു. ദൈവദാസനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മെസ്സേജ് കണ്ടിട്ട് പാസ്റ്റർ കൂടുതലൊന്നും എന്നോട് പറഞ്ഞില്ല. സിസ്റ്ററെ, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഞങ്ങൾ ഉപവസിക്കുന്നുണ്ട്. ഈ മാസം ജനുവരിയിൽ സിസ്റ്റർക്ക് കഴിയുമെങ്കിൽ ഞങ്ങളോടൊപ്പം ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതം ചെയ്യും. ആഗ്രഹിക്കുക, പ്രതീക്ഷിക്കുക, ദൈവം അതിലും അപ്പുറം ചെയ്യും. ഇത്രയും മാത്രം പറഞ്ഞ് എനിക്കൊരു വോയിസ് ഇട്ടു. എന്നിട്ട് പുറപ്പാട് 14:13 എടുത്തു വായിക്കണം എന്ന് പറഞ്ഞു. പാസ്റ്റർ, അന്നത്തെ എൻ്റെ സാഹചര്യത്തിൽ ആ വചനം എനിക്ക് തന്ന ആശ്വാസം ഒത്തിരി വലുതായിരുന്നു. കാരണം വചനം വായിച്ചാലൊന്നും എനിക്ക് മനസ്സിലാകില്ല, മനസ്സിരുത്തി വായിക്കാനൊന്നുമുള്ള മാനസികാവസ്ഥ ആയിരുന്നില്ല എനിക്ക്. വചനം അതുകൊണ്ടൊന്നും എൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചു വന്നിരുന്നത്. പക്ഷേ അന്ന് ആ വചനം വായിച്ചപ്പോൾ ആദ്യമായിട്ട് ദൈവം എന്നോട് സംസാരിക്കുന്നതായി എനിക്ക് തോന്നി. പിന്നീടുള്ള ദിവസങ്ങളിൽ പതിവായി ഞാൻ വചനം വായിക്കുവാൻ തുടങ്ങി. ആ മാസം 31 ദിവസവും നിങ്ങളോടൊപ്പം ഉപവസിക്കുവാൻ ദൈവം എനിക്ക് ബലം തന്നു. പ്രാർത്ഥിച്ചു. ഒന്നുമായില്ലെങ്കിലും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എൻ്റെ ഉള്ളിൽ നിറയുന്നത് ഞാൻ അറിഞ്ഞു. പ്രശ്നങ്ങളും കടബാധ്യതകളും അതിനെ ചൊല്ലിയുള്ള കുടുംബ വഴക്കുകളും അസുഖങ്ങളും എല്ലാം ഉണ്ടെങ്കിലും എന്തിനേയും അതിജീവിക്കുവാനുള്ള ഒരു കരുത്ത് എൻ്റെ ഉള്ളിൽ ദൈവം തന്നു കഴിഞ്ഞിരുന്നു. ആ നാളുകളെ എല്ലാ ദിവസവും ദേവദാസൻ്റെ മെസ്സേജ് കേൾക്കും, ഈ വചനം വച്ച് പ്രാർത്ഥിക്കും. ആ ഇടയ്ക്ക് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി ശരിയായി. ചെറിയൊരു വരുമാനം, പിടിച്ചു നിൽക്കാവുന്നതേ ഉള്ളൂ.
കടങ്ങളും വീട്ടിലെ കാര്യങ്ങളുമൊക്കെ അതുകൊണ്ട് നിവർത്തിച്ച് കൊണ്ടുപോകുവാൻ പറ്റുന്ന സാഹചര്യമല്ല. എങ്കിലും ദൈവദാസനിലൂടെയുള്ള ആ ദൂത് ഞാൻ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഇടയ്ക്ക് പറ്റുന്ന പോലെയൊക്കെ ഉപവസിക്കും. പ്രൈസർ ഫാമിലിക്കൊപ്പം അന്നത്തെ ആ പ്രാർത്ഥനയും ദൈവദാസൻ്റെ വചന സന്ദേശങ്ങളും എൻ്റെ വിശ്വാസം ആഴത്തിൽ വർദ്ധിപ്പിച്ചു. പറഞ്ഞ പോലെ തന്നെ ദൈവം അത്ഭുതം ചെയ്തു. ചോദിച്ചതിലും നനച്ചതിലും പ്രതീക്ഷിച്ചതിലും അപ്പുറം ദൈവം എനിക്ക് ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി തന്ന് കർത്താവ് അനുഗ്രഹിച്ചു. ദൈവം ഒരു നാളും കൈവിടത്തില്ല. ഇന്ന് ഈ ഏപ്രിൽ 30 ഞാൻ ഗവൺമെൻറ് സർവീസിൽ ജോയിൻ ചെയ്തു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയം DMO ഓഫീസിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചു. ദൈവദാസനെ ദൈവം വിശ്വസ്തനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. എനിക്ക് വേണ്ടി, എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ച് എന്നെ ആശ്വസിപ്പിച്ച് ദൈവത്തിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ച് വിശ്വാസത്തിൽ സ്ഥിരമാക്കി നിർത്തിയിരിക്കുന്ന ദൈവദാസനും കുടുംബത്തിനും എൻ്റെ നന്ദിയും സന്തോഷവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ഏറെ നന്ദിയുണ്ട് പാസ്റ്റർ. നമ്മുടെ സഭയെയും അങ്ങയുടെ ശുശ്രൂഷകളെയും ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. എന്നെപ്പോലെ ഒത്തിരി പേർക്ക് അങ്ങ് ഒരു അനുഗ്രഹമാകട്ടെ. താങ്ക് യു പാസ്റ്റർ ആൻഡ് ആൾസോ യുവർ ബ്ലെസ്ഡ് ഫാമിലി. ഗോഡ് ബ്ലെസ് യു. ദൈവം വിശ്വസ്തനാണ്, ദൈവം വലിയവനാണ്. അതെ, ആ അത്ഭുതത്തിലേക്ക് പ്രിയ സഹോദരിയിലൂടെ നിങ്ങൾ കേട്ട സാക്ഷ്യത്തിലേക്ക് ഇന്ന് കർത്താവ് നിങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ പോകുന്നു. വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവിടെ ഇவ்விധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതിന് മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. കഴിഞ്ഞ വർഷം ആരംഭത്തിൽ 2023 ആരംഭം 31 ദിവസത്തെ അനുഗ്രഹീതമായ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. പ്രൈസർ ഫാമിലിക്ക് ഒപ്പമായിരുന്നവർക്ക് ഓർമ്മ കാണും. താനേ കിളിർത്ത് വിളയുന്നത് ഭക്ഷിക്കുന്ന ആണ്ട്. അതായിരുന്നു ദൈവം തന്ന ആലോചന. താനേ ചിലത് ഭക്തന് വേണ്ടി ദൈവം കിളിർപ്പിച്ചു നൽകും. അത് പ്രാപിക്കുവാൻ നമ്മുടെ വയലിൽ, അതെ, നമ്മുടെ ജീവിതത്തിൽ അത് മുളച്ചു വരുവാൻ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ ഒരുങ്ങി. എന്തിനു വേണ്ടി? നല്ല വിളവ് ലഭിക്കുവാൻ കണ്ടം ഒരുക്കുന്നത് പോലെ. പ്രിയരെ, പ്രാർത്ഥനയും ഉപവാസവും വെറുതെയല്ല. പലരും ചിന്തിച്ചേക്കാം, എന്തിനാണ് സ്തോത്രം, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥന അറിയിച്ചാൽ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, എന്തിനാണ് ഇങ്ങനെ മെസ്സേജുകൾ, എന്തിനാണ് ഇങ്ങനെ വൈകുന്നേരമാകുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന, എന്തിനാണ് എല്ലാ മാസവും ഉപവാസ പ്രാർത്ഥന? മറ്റൊന്നിനുമല്ല, ഒരുങ്ങുവാൻ വേണ്ടി. അതെ, താനെ ചിലത് കിളിർത്ത് മുളയ്ക്കണമെങ്കിൽ ഒരു ഒരുക്കം ആവശ്യമത്രേ. നീ ആയിരിക്കുന്ന സ്ഥാനം തെറ്റിപ്പോയിട്ടില്ല. ഒരുക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നു. താനേ ചിലത് പ്രിയ സഹോദരിയുടെ ജീവിതത്തിൽ മുളച്ചു വന്നതുപോലെ നിന്റെ ജീവിതത്തിലും മുളച്ചു വരും. അതൊരവസ്ഥയാണ്. മരിക്കണമെന്ന് ആഗ്രഹം കാണും. അതേ സഹോദരി, നീ ആയിരിക്കുന്ന അവസ്ഥ തന്നെ. സഹോദര, മരിക്കണമെന്നാണ് ആഗ്രഹം, അവസ്ഥ അതാണ്. പക്ഷേ മരിക്കുവാൻ കഴിയില്ല. നാട്ടിലെ കാര്യം ആലോചിക്കുമ്പോൾ ഭാര്യയുണ്ട്, മക്കളുണ്ട്, പ്രതീക്ഷയോടെ അവർ നോക്കിയിരിപ്പുണ്ട്. നീ ഉള്ളതാണ് അവരുടെ പ്രതീക്ഷ. നിനക്ക് പ്രതീക്ഷകളൊന്നുമില്ല. പക്ഷെ നീ ഉള്ളത് നിന്റെ ഭാര്യയുടെ പ്രതീക്ഷയാണ്, നിന്റെ മക്കളുടെ പ്രതീക്ഷയാണ്. സഹോദരി, നീ അവിടെ ഉണ്ട് എന്നതാണ് അവരുടെ പ്രതീക്ഷ. അവരെ ജീവിപ്പിക്കുമാറാക്കുന്ന പ്രതീക്ഷ, അവരെ സ്വപ്നങ്ങൾ കാണുമാറാക്കുന്ന പ്രതീക്ഷ. എപ്പോൾ നീ അവസാനിക്കുമോ, അല്ലെങ്കിൽ നീ എപ്പോൾ സ്വയം ഇല്ലാതായി തീരുമോ, അപ്പോൾ ആ പ്രതീക്ഷ അവസാനിച്ചു പോകും. അതുകൊണ്ട് മാത്രം ജീവിക്കുക നീ. അതുകൊണ്ട് മാത്രം നിന്ന സഹിച്ച്, അപമാനം സഹിച്ച്, പലരുടെ മുമ്പിൽ കൈനീട്ടി മാസങ്ങളായിരിക്കുന്നു, വരുമാനമില്ലാതായി തീർന്നിട്ട്, അല്ലെങ്കിൽ കിട്ടുന്നത് കൊണ്ട് ഒന്നും. അതെ, കേൾക്ക്, ഇന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അപമാനമായി, നിന്നയായി, തലകുനിയലായി കാണുന്ന ആ ഇല്ലായ്മയെ ഇനി കാണത്തില്ല. നിന്നോടുള്ള ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നീ പ്രൈസർ ഫാമിലിക്കൊപ്പം പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ കേൾക്ക്, ആ നിന്ന മിസ്രയീമിനെ, ആ ഇല്ലായ്മ എന്ന മിസ്രയീമിനെ, ആ തലകുനിയൽ എന്ന മിസ്രയീമിനെ ഇനി നീ കാണത്തില്ല. നിന്റെ തല കുനിപ്പിക്കുന്ന, വിടാതെ നിന്നെ പിന്തുടരുന്ന, വർഷങ്ങളായി മറ്റുള്ളവർ പറയുന്നുണ്ട്, അയ്യോ അവൻ അവിടെ എത്തി, അവൾക്ക് ആ ജോലിയുണ്ട്, അവരെല്ലാം ഓക്കെയാ. പക്ഷെ നീ അനുഭവിക്കുന്ന ആ ഞെരുക്കം, നീ അനുഭവിക്കുന്ന ഇല്ലായ്മ, അതിന് കർത്താവ് ഇന്ന് അറുതി വരുത്തുക. അതെ, നല്ലത് പ്രതീക്ഷിച്ച് കടന്നു പോയിട്ടും നല്ലത് കാണുവാൻ കഴിയാത്ത മാതാവേ, ഒത്തിരി പഠിപ്പിച്ചു, കടം വാങ്ങി, പലിശക്കെടുത്തു, മക്കളെ പഠിപ്പിച്ചു, അവർ ജയിച്ചു. അവർ നിന്നെക്കാളും കഷ്ടപ്പെട്ടു. നീ സ്വപ്നം കണ്ടു, അവർ കഷ്ടപ്പെട്ടു, നല്ല റിസൾട്ട് ഉണ്ടായി. പക്ഷേ അവിടെ
കടന്നുപോയ സ്ഥാനത്ത് ഒന്നും ആകുവാൻ കഴിയാതെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നു, എല്ലാവരും പ്രാപിക്കുന്നു. എന്നാൽ നിന്റെ തലമുറ മാത്രം, നിന്റെ ഭർത്താവ് മാത്രം, നിന്റെ ഭാര്യ മാത്രം, നിങ്ങൾക്ക് മാത്രം പ്രാപിക്കുവാൻ കഴിയുന്നില്ല. കൺമുൻപിൽ ചിലതിന് അവസാനം വരുന്നു. പ്രതീക്ഷയോടെ വിളിച്ചു പറയുന്നുണ്ട്, അമ്മേ ഓക്കെ ആയി, ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, നല്ല ജോലിയാണ്, എനിക്ക് ജോലി കിട്ടും, ഉറപ്പാണ്, നീ കാത്തിരിക്കുന്നുണ്ട്, ഓ കർത്താവേ എൻ്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. പക്ഷേ ആ കാത്തിരിപ്പിന് പെട്ടെന്ന് അറുതി വരുന്നു, മുൻപിൽ തടസ്സം. അത് തന്നെ ഇവിടെയും ചെങ്കടൽ. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ 430 വർഷത്തെ അടിമത്വത്തിൽ നിന്ന് പുറത്തു വരിക. മുൻപിൽ പ്രതീക്ഷയുടെ വാഗ്ദത്ത കനാൻ, ഞെരുക്കമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, നിരാശയില്ലാത്ത, മറ്റുള്ളവന് വേണ്ടി കഷ്ടപ്പെടേണ്ടതില്ലാത്ത, സ്വന്തം മക്കളെ ഇഷ്ടം പോലെ വളർത്തുവാൻ കഴിയുന്ന, സ്വന്തമായി സമ്പാദിക്കുവാൻ കഴിയുന്ന, നേടി നിലനിർത്തി തങ്ങൾക്കായി ഒരുക്കപ്പെട്ട രാജാവിന് കീഴിൽ രാജ്യമായി വളരുവാനുള്ള അതേ വാഗ്ദത്തം, അതാണ് വളരുവാനുള്ള വാഗ്ദത്തം മുൻപിലുണ്ട്. പക്ഷേ പ്രതീക്ഷകളാകമാനം അസ്തമിപ്പിച്ചുകൊണ്ട് മുൻപിൽ ചെങ്കടൽ. തളർന്നുപോയി. നിലവിളിയുടെ ശബ്ദം പുറപ്പാട് പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് കേൾക്കുവാനായി കഴിയും. മോശേ, ഞങ്ങൾ ഇത്രമാത്രം നീ ചതിച്ചു. മിസ്രയീമിൽ വെച്ച് ഞങ്ങളെ ഭരിക്കാൻ വിട്ടിരുന്നുവെങ്കിൽ നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനില്ലാത്തവരായി ഞങ്ങളങ്ങ് മരണത്തിൽ ഏൽപ്പിച്ചു കൊടുത്തേനെ. എന്നാൽ ഞങ്ങളെ പറഞ്ഞു കൊതിപ്പിച്ച് വാഗ്ദത്തത്തിന്റെ മുൻപിലേക്ക് ഇറക്കി നിർത്തി, വാഗ്ദത്തത്തിലേക്കുള്ള വഴി കാണിച്ച് ആ വഴിയിൽ ഞങ്ങളെ കൊല്ലുവാൻ എന്തൊരു ക്രൂര മനുഷ്യനാ അല്ലേ സഹോദര. പല ആലോചനകൾ കേൾക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട് വിളിക്കുമ്പോൾ, അതെ ഇപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുക. പ്രതീക്ഷയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിലുണ്ട്, എനിക്കൊരു വളർച്ചയുണ്ട്, കർത്താവ് തരാമെന്ന് പറഞ്ഞതൊക്കെ എൻ്റെ ജീവിതത്തിൽ സാധ്യമായി തീരും. പക്ഷേ മുൻപിലെ തടസ്സങ്ങൾ കാണുമ്പോൾ വീണ്ടും കൊതിപ്പിച്ചു, വീണ്ടും ഞങ്ങളെ ആശിപ്പിച്ചു, ഞങ്ങളിങ്ങനെ കൊതിപ്പിക്കാനും ഞങ്ങളിങ്ങനെ ആശിപ്പിക്കാനും. അയ്യോ, ചെങ്കടലാ മുൻപിൽ. കേൾക്ക്, ആ ചെങ്കടൽ മിസ്രയീമ്യരുടെ അഥവാ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ശത്രുവായ മിസ്രയീമ്യരുടെ അവസാന പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയുടെ മാക്സിമമാണ്. അവർക്ക് അതിനപ്പുറം ഒരു പ്രതീക്ഷയില്ല. അവരുടെ പ്രതീക്ഷയുടെ മാക്സിമം അത് ചെങ്കടലാണ്. എന്നാൽ നിന്റെ പ്രതീക്ഷയുടെ ആരംഭമാണ് ചെങ്കടൽ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നീ ഇന്ന് കാണുന്ന ആ തടസ്സമുണ്ടല്ലോ, മുൻപോട്ട് വിടാതെ നിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് പറഞ്ഞ് തളർന്നിരിക്കുന്ന സഹോദരി, ആ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന അന്ന് തൊട്ട് കരച്ചില്ല. കൂടെ നിൽക്കാൻ സാക്ഷി പറയുവാൻ ആരുമില്ല, അതിനെക്കുറിച്ച് നല്ലത് പറയാൻ ആരുമില്ല. കയ്യിൽ നിന്ന് പോയി, ഭർത്താവ് നഷ്ടപ്പെടും, കുടുംബം നഷ്ടപ്പെടും, പിന്നെയും ഒറ്റയ്ക്കായി അയ്യോ സങ്കടത്തോടെ ഇരിക്കുക. നിന്നോടാ കേൾക്ക്, അവരുടെ പ്രതീക്ഷയുടെ മാക്സിമം ആ കോടതി. ഓ സ്തോത്രം, അവരുടെ പ്രതീക്ഷയുടെ മാക്സിമം, അതിനപ്പുറം അവർക്കൊന്നുമില്ല. പക്ഷെ നിന്റെ പ്രതീക്ഷയുടെ തുടക്കമാണ് നീ ആ കോടതിയിൽ കണ്ടത്. ഓ സ്തോത്രം, നോക്കിയേ, ചെങ്കടൽ അത് മിസ്രയീമ്യൻ്റെ പ്രതീക്ഷയുടെ മാക്സിമം. അവർക്ക് പിന്നെ ഒരു ഓപ്ഷൻ ഇല്ല. 430 വർഷം അവർ ചെയ്തതിൻ്റെ ഏറ്റവും മാക്സിമമാണ് ചെങ്കടൽ. ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു, നിന്ദിച്ചു. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ, അടി കൊള്ളുമ്പോൾ അടിക്കുന്നവൻ വിളിച്ചു പറയും. പുറപ്പാട് പുസ്തകം 1 മുതൽ നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. നീ ഇങ്ങനെ ഒരു ഗതികെട്ടവനാണ്, നീ ഇങ്ങനെ ഒരു ഗതികെട്ടവളാണ്. അടിച്ചാലും നിനക്ക് ആരോഗ്യമുണ്ടെങ്കിലും തിരിച്ചടിക്കുവാൻ കഴിയാത്ത വിധം നീ ഒരു സഹോദരി, നീ കരയുക. എതിർത്തൊരു വാക്ക് പറയുവാൻ കഴിയാതെ ഒരു നായെപ്പോലെ തല്ലുവാങ്ങുന്ന, ഇതെന്തൊരു നശിച്ച ജീവിതമെന്ന് സഹോദര. പരിഹാസവും കളിയാക്കലും മുറിപ്പെടുത്തുന്ന വാക്കുകളായി മാറുമ്പോൾ, ആഴത്തിൽ മുറിവുകൾ ഏൽക്കപ്പെടുമ്പോൾ, മാതാവേ പിതാവേ മക്കളുടെ വാക്കുകൾ അവിധത്തിൽ മുറിപ്പെടുത്തുന്നുണ്ട്, കയ്യേറ്റം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ പ്രതികരിക്കുവാൻ കഴിയുന്നില്ല. എന്തൊരു നശിച്ച അവസ്ഥയല്ലേ, പ്രതികരിക്കുവാൻ കഴിയുന്നില്ല. കാരണം നീ അടിമപ്പെട്ടു പോയി, നീ പലതിനും അടിമപ്പെട്ടു പോയി, നീ പലർക്കും കീഴ്പ്പെട്ടു പോയി. ആ സഹോദരിയിലേക്കൊന്ന് നോക്കിയേ, ജോലിയില്ല, കടം, ഭർത്താവ് അറിയുള്ള കടമുണ്ട്, അറിയാത്ത കടമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും, എന്തിനാണ് അവൾ ഭർത്താവ് അറിയാതെ കടം വാങ്ങിയത്? എന്നെ കേൾക്കുന്ന അമ്മമാർക്കറിയാം, അപ്പൻ അറിയുന്നതിനേക്കാൾ മക്കളുടെ ആവശ്യങ്ങൾ,
അപ്പൻ അറിയത്തില്ല എന്നല്ല. എന്നാൽ 90% മക്കളും അമ്മയോട് പറ്റി ചെയ്യുമെന്ന് ചോദിക്കും, അമ്മ ഇന്നത് വേണം. അപ്പൻ പറയും നിനക്കതിൻ്റെ ആവശ്യമില്ല. ഇന്നത്തെ അവസ്ഥ അറിയാമല്ലോ, അമ്മയ്ക്ക് അത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ കടം വാങ്ങും, മക്കൾക്ക് വേണ്ടി കടം വാങ്ങും. ഈ ഭർത്താവ് പോലും അറിയാതെ ഭർത്താവിന് വേണ്ടി കടം വാങ്ങും. കടം കൂടുമ്പോൾ ആർക്ക് വേണ്ടി കടം വാങ്ങിച്ചോ അവരൊക്കെ തന്നെ ഒറ്റപ്പെടുത്തും. അല്ലേ സഹോദരി? നിന്റെ മക്കൾക്ക് വേണ്ടിയാണ് കടം വാങ്ങിയത്, പക്ഷെ ഇപ്പോൾ അവർ തന്നെ ഒറ്റപ്പെടുത്തുക, അവർ തന്നെ പരിഹസിക്കുക, അവർ തന്നെ കളിയാക്കുക, ചോദ്യം ചെയ്യുക, വിരൽ ചൂണ്ടി ചോദ്യം ചെയ്യുക. ഇതാർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ഞങ്ങളെ കൂടെ ബാധ്യതയിലാക്കുവാൻ, ഞങ്ങളെ കൂടെ കഷ്ടപ്പെടുത്തുവാൻ, ഞങ്ങളെ തലകുലിപ്പിക്കുവാൻ. അതേ, ആ വാക്ക് കേട്ട് മനസ്സും അടുത്ത് മരണം പ്രതീക്ഷിച്ചതായിരിക്കുക. കേൾക്ക്, ആ അടിമത്വത്തിന് ദൈവം ഇന്ന് അറുതി വരുത്തും. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ, ചില വാക്കുകൾ മുറിപ്പെടുത്തുന്ന അടിമത്താവസ്ഥയ്ക്ക് മറുപടി പറയുവാൻ കഴിയാത്ത അടിമത്താവസ്ഥയ്ക്ക് എൻ്റെ ദൈവം ഇന്ന് അറുതി വരുത്തും. ആമേൻ. പിന്നെ അത് കലഹമായി മാറി. അത് സ്വാഭാവികമാണ്. സാമ്പത്തികം കുറയുമ്പോഴാണ് കലഹം ഉണ്ടാകുന്നത്. അല്ലേ സഹോദര? നീ ആഗ്രഹിച്ച വരുമാനം, നീ പറഞ്ഞതാ നിനക്ക് അത്ര വരുമാനമുണ്ട്, നിനക്ക് അതൊക്കെ പറ്റുമെന്ന്. അത് അവളങ്ങ് വിശ്വസിച്ചു. അതങ്ങനെയാണ്. ഭാര്യ പറയുന്നത് ഭർത്താവ് അല്ല, ഭർത്താവ് പറയുന്നത് ഭാര്യ, രണ്ടുപേരും വിശ്വസിക്കണം കേട്ടോ. വിശ്വാസത്തിനോത്തോളം കാര്യങ്ങൾ പോകാതിരിക്കുമ്പോൾ പിന്നെ കലഹമാകും, പിന്നെ കലക്കമാകും. കാരണം പറയുന്ന വാക്ക് കേട്ടവർ ഒരുപാട് സ്വപ്നം കണ്ടുപോയി. കലക്കമായി, വീട്ടിനകത്ത് സമാധാനമില്ല. അടിമത്വവും അതെ, നിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന, ഇല്ലായ്മയ്ക്കകത്ത് നിന്നെ തളച്ചിടുന്ന ആ അടിമത്വത്തിന് ഇന്ന് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. അവിടെ നിന്ന് നിന്റെ വാക്തത്വത്തിലേക്ക്, നീ കേട്ട, നീ കണ്ട, നീ സ്വപ്നം കണ്ട വാക്തത്വത്തിലേക്ക് എൻ്റെ യേശു നിന്നെ കരം പിടിച്ചു നടത്തി. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. ആമേൻ. അതങ്ങനെയാ. സ്തോത്രം. അവിടെ പല നഷ്ടങ്ങളുണ്ട്. മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. സ്വന്തം മാതാപിതാക്കൾ തന്നെ മക്കളെ നൈൽ നദിയിൽ കൊണ്ടിടേണ്ടി വരുന്നു. എന്തൊരു കഷ്ടമാണെന്ന് ചിന്തിച്ച്. ഇവിടെ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഡോക്ടർ ആദ്യം പറയും സാധ്യതയില്ല, ഈ കുഞ്ഞ് രക്ഷപ്പെടത്തില്ല. പക്ഷെ നമ്മളെന്ത് പറയും? പറ്റത്തില്ല, എനിക്കുള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ടായാലും ഞാൻ അന്വേഷിക്കും അവസാനം വരെ. നീ അങ്ങനെ പറഞ്ഞു നിൽക്കുക. ഡോക്ടർ പറയുക വലിയ പാടാ, വലിയ ബുദ്ധിമുട്ടാ. ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുക. നിന്റെ വിശ്വാസത്തിന് എൻ്റെ കർത്താവ് മറുപടി തരിക. സ്തോത്രം. ആ രോഗത്തിൻ്റെ അടിമത്വത്തെ എൻ്റെ കർത്താവ് പൊളിക്കുക. നിന്റെ കൺമുൻപിൽ നിന്റെ തലമുറ നശിച്ചു പോകേണ്ട അവസ്ഥയ്ക്ക് എൻ്റെ കർത്താവ് അറുതി വരുത്തുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഇപ്പോൾ സൗഖ്യമാകാം. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. സഹോദരി കുഞ്ഞ് സൗഖ്യമാകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്ക്. ആ രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്ക്. മരണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. വിട്ടുമാറാത്ത രോഗങ്ങൾ, അതൊരു കാരാഗ്രഹമാണ്. കാരാഗ്രഹത്തിനകത്തുള്ള പ്രശ്നം എന്താ? അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കത്തില്ല. പലരുടെയും ഇഷ്ടങ്ങളാണ് നടക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് പോലും നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കുന്നുണ്ടോ? നിങ്ങൾ വിചാരിച്ച ഡോക്ടറെ കാണാൻ പറ്റുന്നില്ല, നിങ്ങൾ വിചാരിക്കുന്ന ഒരു ആശ്വാസം ലഭിക്കുന്നില്ല, നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും നടക്കുന്നില്ല. കാരണം കാരാഗ്രഹമാണ്. ആ കാരാഗ്രഹത്തിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരിക. എവിടേക്ക്? അത്ഭുതത്തിലേക്ക്. നീ ഒരു അത്ഭുതമായി മാറുന്ന അനുഭവത്തിലേക്ക്. യേശുവിൻ നാമത്തിൽ ഉപദ്രവിക്കപ്പെട്ടവർ സൗഖ്യമാകുന്ന, വെള്ളത്തിൽ മുങ്ങി മരിച്ചു കൊണ്ടിരിക്കുന്നവർ സൗഖ്യമാകുന്ന ആ അത്ഭുതത്തിലേക്ക് നീ കരം പിടിച്ച് നടത്തപ്പെടുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. സ്തോത്രം. മക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അപ്പൻ്റെയും അമ്മയുടെയും വിലാപം, നിലവിളി, കരയുന്നുണ്ട്. കൺമുമ്പിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ. ഇവരെ കൊണ്ടുപോയി വെള്ളത്തിലിട്ടില്ലെങ്കിൽ ഫറവോൻ്റെ കിങ്കരന്മാർ വന്ന് എടുത്തുകൊണ്ട് പോകും. ഒന്നും ചെയ്യുവാൻ കഴിയാത്ത, നെഞ്ചത്തടിച്ച് വല്ലാത്തൊരവസ്ഥയല്ലേ? നഷ്ടപ്പെട്ടു പോകുന്ന മക്കളെ കുറിച്ച് ഓർത്ത് കണ്ണുനീരോടെ വേദനയോടെ ആയിരിക്കുന്ന മാതാവേ, നിന്റെ കണ്ണുനീരിനെ യേശു അറുതി വരുത്തുക. അയ്യോ, ദേവദാസനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ മുൻപിൽ ചെങ്കടല. പ്രതീക്ഷയൊന്നുമില്ല. ഇത് മാക്സിമം ആരുടെ? ശത്രുവിൻ്റെ. അവൻ ഇനി ഇതിലപ്പുറം ഒന്നും ചെയ്യാനില്ല. ഉറപ്പാ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇത് പിശാചൊരുക്കുന്ന തന്ത്രങ്ങളുടെ മാക്സിമമാണ്. ഇതിലപ്പുറം പിശാചിന് ചെയ്യുവാനില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ തുടക്കം ഇവിടെ മുതലാ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ കേൾക്കണമേ. ഇത് പറയുമ്പോൾ മോശയ്ക്ക് വ്യക്തമായി അറിയാം. മോശയാ പറയുന്നേ. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മോശയാ പറയുന്നേ.
നിങ്ങൾ ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി കാണത്തില്ല. ആ സഹോദരിയോട് പറയുമ്പോഴും എനിക്ക് വ്യക്തമായി അറിയാം. നിങ്ങൾ ഓരോരുത്തരോട് പറയുമ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നിങ്ങളോട് പറയുമ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിവർത്തിച്ച് തരുവാൻ എനിക്ക് കഴിവില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. എനിക്ക് കഴിയത്തില്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. നിങ്ങളുടെ രോഗം സൗഖ്യമാക്കുവാൻ എനിക്ക് കഴിയത്തില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നേടിത്തരുവാൻ എനിക്ക് കഴിയത്തില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് കൊണ്ട് ചെന്ന് എത്തിക്കുവാൻ എനിക്ക് കഴിയത്തില്ല. നിങ്ങളുടെ ബാധ്യത തീർത്തു തരുവാൻ എനിക്ക് കഴിയത്തില്ല. സത്യമാണ്, ഇല്ലാത്തോട്ടാ, എനിക്ക് കഴിയത്തില്ല. പക്ഷേ മോശയ്ക്കൊരു ഉറപ്പുണ്ട്, പറഞ്ഞത് ദൈവമാണ്. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട്. നിങ്ങളോട് പറയുമ്പോൾ എനിക്കുള്ള ഉറപ്പ് എൻ്റെ കഴിവിൻ്റെ മേലല്ല, സർവശക്തനായ എൻ്റെ ദൈവത്തിന്മേലുള്ള വിശ്വാസമാണ്. എൻ്റെ ദൈവം എന്നിലൂടെ നിങ്ങളോട് ചിലത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അത് നിവർത്തിച്ചു തരുവാൻ എൻ്റെ ദൈവം മതിയായവനാ. ആമേൻ, സ്തോത്രം. അതിന് നിങ്ങളുടെ പാരമ്പര്യമോ നിങ്ങളുടെ കഴിവോ നിങ്ങൾ ആരോ എന്തോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആമേൻ. നോക്കിയേ, ആ സഹോദരിയിലേക്ക് തന്നെ ഒന്ന് നോക്കിയേ. മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഹൈന്ദവ ഫാമിലിയിൽ ജനിച്ച് ജീവിച്ച സഹോദരിയാണ്. അവർക്ക് തിയോളജി അറിയത്തില്ല. നമ്മളെപ്പോലെ വർഷങ്ങളുടെ പാരമ്പര്യമൊന്നുമില്ല. ഒരാശ്വാസത്തിന് വേണ്ടി മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ അതേ നിങ്ങൾ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേട്ട മാത്രമേ അവർ മനസ്സിലായി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ കണ്ടതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സഹോദരി അന്ന് മുതൽ പ്രൈസർ ഫാമിലിക്കൊപ്പം കൂടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ഉപവസിക്കുവാൻ തുടങ്ങി. 31 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക. അവർ പ്രതീക്ഷിച്ച് കാണണം, ഈ 31 കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. കാരണം കർത്താവിൻ്റെ ശബ്ദം കേട്ടല്ലോ. 31 നടന്നില്ല. ജനുവരിയിൽ 31, അടുത്ത് 7 ആയിരിക്കും, മറന്നുപോയി. അപ്പോഴും പ്രാർത്ഥിച്ചു, ഉപവസിച്ച് കാണും, നടന്നില്ല. അടുത്ത് 10 ആയിരിക്കാം. പിന്നെ അടുത്ത് വീണ്ടും 21 വന്നു. നമ്മുടെ ഇപ്പം കഴിഞ്ഞില്ലേ, അതുപോലെ വാർഷിക ഉപവാസ പ്രാർത്ഥന. പിന്നെ 10, 5, 7, വീണ്ടും ഒരു 31 കഴിഞ്ഞു പോയി. വീണ്ടും 5, 10. പലരും തെറിയും വിളിച്ച് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നേരെ വല്ലതും തിന്നാൻ പോലും സമ്മതിക്കത്തില്ലെന്ന്. എന്നും ഉപവാസം. അതേന്നേ, ഇതേ ഉള്ളൂ മാർഗം. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ. ഞങ്ങൾ തിരിച്ചറിഞ്ഞ സത്യം അതാ. നീ പ്രാർത്ഥിക്കുമെങ്കിൽ, ഉപവസിക്കുമെങ്കിൽ, ഈ കഴിഞ്ഞ 21 ദിവസം തീരുന്ന ദിവസം 30-ാം തീയതി ഏപ്രിൽ 31 ആ സഹോദരി സർവീസിൽ ജോയിൻ ചെയ്തിട്ടാണ് മെസ്സേജ് ഇട്ടത്. എൻ്റെ ദൈവം എത്ര വലിയവനാ. ആമേൻ. നിന്റെ പ്രാർത്ഥനയും ഉപവാസവും വൃഥാവായി തീരത്തില്ല. നോക്കൂ, മുൻപിൽ ചെങ്കടല. എങ്ങനെ മുൻപോട്ട് പോകും? എല്ലാവരുടെ പേടിയതോ, അയ്യോ ഇവിടെ തീർന്നു പോകുമല്ലോ. പിന്നിൽ അതേ ശത്രു വരുന്നുണ്ട്. രോഗം വിട്ടുമാറിയിട്ടില്ല, കടം വിട്ടുമാറിയിട്ടില്ല, ഫാമിലി പ്രോബ്ലം മാറിപ്പോയിട്ടില്ല, ഭർത്താവിൻ്റെ മദ്യപാനം തീർന്നിട്ടില്ല, മക്കൾ ഒരു വഴിക്കും ഒരിടത്തും എത്തിയിട്ടില്ല. പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട്. പിശാച് പ്രശ്നങ്ങളുമായി ഇങ്ങനെ രഥങ്ങളുടെ പുറത്ത്, സ്തോത്രം, കുതിരയുടെ മേൽ വീഴുന്ന ചാട്ടവാറിൻ്റെ ശിൽക്കാരം, അതിനനുസരിച്ച് കുതിരയുടെ ചിഹ്നം വിളി, കുതിരയുടെ കുടമ്പടി, ഈ ശബ്ദമൊക്കെ മിസ്രയീമ്യരെ പേടിപ്പിക്കുന്നതാ. അവിടെ തലമുറയെ അവർ കേട്ട് പേടിച്ച ശബ്ദമാണ്. ചാട്ടവാറിൻ്റെ ശീൽക്കാരം കേൾക്കുമ്പോൾ തന്നെ അവരുടെ ശരീരത്തിൽ വേദന ഉണ്ടാകും. കാലിൽ നിന്ന്, നരിയാണിയിൽ നിന്നൊരു പെരിപ്പ് വേദനയായി. അയ്യോ, ഇപ്പോൾ ആ അടി എൻ്റെ മേൽ വീഴും, എൻ്റെ പുറം പൊളിയും, എൻ്റെ മാംസം ചിതറപ്പെടും. ഇല്ലെന്നേ, ഇനി അതുണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ മുൻപോട്ടെങ്കിൽ, സ്തോത്രം, ശത്രുവിൻ്റെ മാക്സിമം അഥവാ ചെങ്കടൽ അത് നിനക്ക് വഴിയായി മാറും. നീ മുൻപോട്ടെങ്കിൽ. എങ്ങനെ? മോശയുടെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മുൻപോട്ട് നടക്കുവാൻ തയ്യാറായി. വചനം പറയുന്നു, ചെങ്കടൽ 2 പിളർന്നു. ദൈവം ഒരു കാറ്റടിപ്പിച്ച്, സ്തോത്രം, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഒരു കാറ്റടിപ്പിച്ചു. ആമേൻ. പല പ്രാസംഗികന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സമുദ്രം വിഭാഗിക്കപ്പെടണമെങ്കിൽ എത്രമാത്രം ഫാസ്റ്റായിട്ടുള്ള കാറ്റായിരിക്കും വീശേണ്ടത്, അല്ലേ? കിലോമീറ്റർ സ്പീഡിൽ കാറ്റ് വീശിയാലേ ഒരു സമുദ്രത്തിലെ വെള്ളമൊക്കെ മാറിപ്പോകത്തുള്ളൂ. ആമേൻ. ഭയങ്കര സന്തോഷമാണ്, സ്തോത്രം ചെയ്യാം. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ കാറ്റ് വീശിയെങ്കിൽ ഒരു പക്ഷേ ഈ ജനം കൂടെ പറന്നു പോയേനെ, അല്ലേ? ഇല്ല, ഇതൊരു കുളിർ കാറ്റാ. നിന്നെ ഒട്ടും വേദനിപ്പിക്കാതെ
നിന്നെ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ തക്കവണ്ണം വഴി തുറക്കുന്ന ഒരു കുളിർ കാറ്റ്. ആ കാറ്റ് നിന്നെ തഴുകുന്നുണ്ട്. സ്തോത്രം. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, സ്തോത്രം. നിങ്ങൾ ആ കാറ്റ് കേൾക്കുന്നുണ്ട്. ചെങ്കടലിനെ വിഭാഗിക്കുന്ന, വഴി തുറക്കുന്ന ആ കാറ്റ് നിൻ്റെ ജോലി സ്ഥലത്ത് അത് വീശുന്നുണ്ട്. നിൻ്റെ കുടുംബ ജീവിതത്തിൽ അത് വീശുന്നുണ്ട്. നിൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചായിരിക്കുന്ന മാതാവേ, പിതാവേ, തലമുറകൾക്ക് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ആ കാറ്റ് വഴി വീശുക. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കുകയാണ്. കാത്തിരിപ്പിന് കർത്താവ് അറുതി വരുത്തി. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആമേൻ. ആ കാറ്റ് വീശുന്നുണ്ട്. ഓ താങ്ക് യു ലോർഡ്. ആ കാറ്റ് വീശുന്നുണ്ട്. ഇനി നീ ആ കടക്കാരനായി തലകുനിച്ച് മറ്റുള്ളവരും ഇല്ല, കാറ്റ് വീശുന്നുണ്ട്. ശുശ്രൂഷക, ആ അടിമത്വത്തിൽ നിന്ന്, പലരുടെയും ഇഷ്ടം, പലതിൻ്റെയും കീഴിൽപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ മുൻപോട്ട് നടത്തുക. നിന്റെ പ്രാർത്ഥനയും ഉപവാസവും വെറുതെയല്ല. അതേ മുൻപോട്ടുള്ള യാത്രയാണ് പ്രാർത്ഥനയും ഉപവാസവും. ശത്രുവിനോട് വിളിച്ചു പറയേ, പന്ന പിശാചേ, നീ എൻ്റെ പിന്നാലെ വരുന്നുവെങ്കിൽ ഇനി നിന്നെ ഞാൻ ഒരിക്കലും കാണാത്ത വിധത്തിൽ പ്രാർത്ഥനയും ഉപവാസവും എന്നെ മുൻപോട്ട് നടത്തും, പിൻപോട്ട് നടത്തും. അവിശ്വാസവും മടിയും സംശയവും പിൻപോട്ട് വീണ്ടും അവരുടെ ഇടയിലേക്ക് അല്ല. പ്രൈസർ ഫാമിലിക്ക് ഒപ്പമായിരിക്കുന്നത് പിൻപോട്ട് നടക്കുവാനല്ല, മുൻപോട്ട് നടക്കുവാനാണ്. മോശയുടെ വാക്ക് കേട്ട് ആ വലിയ സമൂഹം ഇറങ്ങിയതുപോലെ ഒത്തിരി പേർ പ്രൈസർ ഫാമിലിക്കൊപ്പം ഇറങ്ങി നടക്കുന്നുണ്ട്. പ്രിയ സഹോദരിമാരെ പോലെ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം തന്ന സാക്ഷ്യമായതുകൊണ്ടാണ്. മറ്റ് സാക്ഷ്യങ്ങൾ സന്തോഷം തരുന്നില്ല എന്നല്ല, വളരെ വിശദമായിട്ട് ആ സഹോദരി എഴുതിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇന്നലെ രാത്രി മുഴുവൻ ദൈവസന്നിധിയിലിരുന്ന് കർത്താവിനെ സ്തുതിച്ചു. കർത്താവ് എത്ര വലിയവനാ. ആ സഹോദരിയായി എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകൾക്കപ്പുറവും അവരനുഭവിച്ച വേദന ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. അതുകൊണ്ട് ആ സാക്ഷ്യം പങ്കുവെച്ചത്. ഇതുപോലുള്ള നൂറുകണക്കിന് സാക്ഷ്യങ്ങളുണ്ട് പ്രൈസർ ഫാമിലിക്ക്. അതുകൊണ്ടാണ് പ്രൈസർ ഫാമിലി ഇങ്ങനെ നിലനിൽക്കുന്നത്, വളരുന്നത് നിങ്ങൾക്കൊപ്പം. അതെ, മുൻപോട്ട് പോകുവാൻ തയ്യാറാണോ? ആ മിസ്രൈമിനെ ഇനി കാണത്തില്ല. സഹോദരി, നിന്റെ കുടുംബജീവിതത്തെ കാർന്നു മദ്യമെന്ന വിപത്തിനെ ഇനി കാണത്തില്ല. ആ മിസ്രൈമിൽ നിന്ന് നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്നെ തലകുനിപ്പിക്കുന്ന ആ മിസ്രൈമിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ആമേൻ. ഇല്ലാത്തവനായി തലകുനിച്ച് ഇല്ലെന്നേ ആ അവസ്ഥയിൽ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. പ്രിയരെ, പ്രൈസർ ഫാമിലി പ്രാർത്ഥിക്കുന്നത് ഉപവസിക്കുന്നത് വെറുതെയില്ല. ചിലർ വിചാരിക്കും ഇവരൊന്നും തിന്നാനില്ലാത്തത് കൊണ്ടായിരിക്കും. അങ്ങനൊരു സമയമുണ്ടായിരുന്നു. ഇല്ലെന്നല്ല, അങ്ങനൊരു സമയമുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ട്. ഞങ്ങളെ കാലുപരി സ്നേഹിക്കുന്ന, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഒത്തിരി സഹോദരി സഹോദരന്മാരുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് മുമ്പേ അറിയുന്നവരുണ്ട്. വിശ്വാസത്തോടെ ഞങ്ങൾക്കൊപ്പം നടന്നു വാഗ്ദത്തം കൈവശമാക്കിയവരുണ്ട്, വാഗ്ദത്തത്തിലേക്ക് നടക്കുന്നവരുണ്ട്. പട്ടിണി കിടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവരിലൂടെ കർത്താവ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. എങ്കിലും ഉപവസിക്കുവാൻ ഞങ്ങൾക്ക് കൊതിയ. പലരും പറയുന്നുണ്ട്, അടുപ്പിച്ചടുപ്പിച്ച് ഉപവാസം വരുമ്പോൾ, ഒത്തിരി ഉപവാസം വരുമ്പോൾ ഉപവസിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. കാരണം ഉപവാസത്തിലൂടെ തുറന്നു കിട്ടുന്ന വാതിലുകൾ, ഉപവാസത്തിലൂടെ കേൾക്കുന്ന സന്തോഷത്തിൻ്റെ സാക്ഷ്യങ്ങൾ, പ്രിയരെ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അതുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങി, ഉപവസിച്ച് ഒന്നും നടന്നില്ലല്ലോ, ഇല്ലെന്നേ. നിങ്ങൾ കാണുന്ന ആ ചെങ്കടൽ വഴിയായി മാറും. ആമേൻ. ഒന്നും നടന്നില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന എന്തിനാ? ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ഒരുപാട് ദൂരം നടന്നു, മുമ്പിൽ ചെങ്കടൽ. അപ്പോഴവർ ചിന്തിക്കുന്നത് എന്താ? ഒന്നും നടന്നില്ല. ആര് പറഞ്ഞു? അത് വഴിയാന്നേ. ആമേൻ. അവർ നോക്കുമ്പോൾ ഒന്നും നടന്നില്ല. പക്ഷെ ദൈവം പറയുക, മക്കളെ നോക്ക്, അത് വഴിയാ, നിങ്ങൾ കടന്നു പോകുന്ന വഴി. ആ വഴിക്കൊരു പ്രത്യേകതയുണ്ട്, പിന്നാലെ ശത്രു വരത്തില്ല. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ തയ്യാറാണ്. പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യും. നിങ്ങളുടേത് മാത്രമായ വിഷയത്തിന് വേണ്ടി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരുമിച്ചൊരു പ്രയർ ക്രമീകരിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക, വളരുക, വാഗ്ദത്തത്തിലേക്ക്, അത്ഭുതത്തിലേക്ക് നടത്തപ്പെടുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അവരോടും പറയുക, പ്രൈസർ കുടുംബത്തിലെ അംഗങ്ങളായി നിങ്ങൾക്കൊപ്പം അവരെയും മാറ്റുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്നേ. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ നമുക്കൊരുങ്ങാം വാഗ്ദത്തത്തിനായും കർത്താവിൻ്റെ വരവിനായും.
എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്കൊരു ആത്മീയ ആരാധന മിസ് ചെയ്യുന്ന പക്ഷം പ്രൈസർ ഫാമിലിയുടെ സഭാരാധനയ്ക്കൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ കഴിയും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭായോഗമുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക, ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ അറിയിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ വരുന്ന ആഴ്ചകളിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങളായി മാറും. മറക്കണ്ട, ലൈവിൻ്റെ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക. എന്നാൽ കണ്ണടച്ചോ, വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അപ്പോൾ ഇന്ന് കേട്ട അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പോലെ ഒത്തിരി സഹോദരി സഹോദരന്മാരുടെ ജീവിതത്തിൽ, കുഞ്ഞുമക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെതായ സാക്ഷ്യങ്ങളാകും നൽകണമേ. ചില നാളുകളായി പ്രൈസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നവരുണ്ട്, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു പലയിടങ്ങളിലായിരിക്കുന്നവരുണ്ട്. ഇന്നു മുതൽ വാഗ്ദത്തത്തിലേക്ക് അവർ നടന്നു തുടങ്ങട്ടെ. ഈ ചെങ്കടൽ അത് ഞങ്ങൾക്ക് വഴിയാ എന്ന് പറയുവാൻ തക്കവണ്ണം സ്വർഗ്ഗം അത്ഭുതം പ്രവർത്തിക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശുവേ, അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകണമേ. കാത്തിരിപ്പിന് അറുതിയുണ്ടാകട്ടെ. ജോലി സംബന്ധമായുള്ള എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ. പല രാജ്യങ്ങളിൽ കടന്നുപോയി അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിച്ചു, എന്നിട്ടും നന്മ പ്രാപിക്കുവാൻ കഴിയാതെ തടസ്സപ്പെട്ടു പോയവർ, പല പ്രതിസന്ധികളിലായിരിക്കുന്നവർ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. സ്തോത്രം കർത്താവേ. വിസകൾ വരട്ടെ, വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ, PR കിട്ടട്ടെ, ലൈസൻസുകൾ കിട്ടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ വാഗ്ദത്തം നിവർത്തിക്കായി തുറക്കപ്പെടട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവേ. ഇപ്പോഴങ്ങ് സൗഖ്യമാക്കണം. എല്ലാ രോഗങ്ങളും വിട്ടുമാറാതെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. മാനസികമായി നിരാശ അനുഭവിക്കുന്നവർ, ആത്മഹത്യ മാത്രമെന്ന് ചിന്തിച്ചായിരിക്കുന്നവർ, ഇതുവരെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ഇവർക്ക് വേണ്ടി സ്വർഗ്ഗം അത്ഭുതം പ്രവർത്തിക്കണമേ. മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്ന തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. പുതിയ വഴി തുറന്ന് പുതിയ പ്രതീക്ഷകളെ ഇവർക്ക് നൽകിയാട്ടെ. നിരാശകൾ മാറട്ടെ, ഡിപ്രഷനുകൾ മാറട്ടെ, ഉറക്കമില്ലായ്മകൾ മാറട്ടെ, സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. മദ്യവും കടവും മുഖാന്തരം, സംശയ മുഖാന്തരം തകർന്ന കുടുംബങ്ങൾ പണിയപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. മദ്യപാന വ്യഭിചാര വെറുക്കുത്തുകൾ മാറിപ്പോകട്ടെ. തലമുറകൾ വിടിവിക്കപ്പെടട്ടെ. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകൾക്ക് വേണ്ടി എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചാട്ടെ. പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. ആയിരിക്കുന്ന കുഞ്ഞുങ്ങളാകെ സൗഖ്യമാക്കണം. പഠന വൈകല്യങ്ങൾ മാറിപ്പോട്ടെ. എഡ്യൂക്കേഷൻ ലോണുകൾ ലഭിക്കട്ടെ. എല്ലാ കടഭാരവും മാറട്ടെ. പലിശക്കടങ്ങളിൽ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴി തുറക്കപ്പെടട്ടെ. നിന്ന അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ. നിന്ന മാറട്ടെ, നിരാശ മാറട്ടെ, തലകുനിയലിൻ്റെ അവസ്ഥ മാറട്ടെ. യേശുവേ, ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. ഇവർക്ക് വേണ്ടി സ്വർഗ്ഗം അത്ഭുതം പ്രവർത്തിക്കണം. അങ്ങ് കൂടിയിരിക്കണമേ. ലജ്ജിച്ചു പോകുവാൻ യേശുവേ അങ്ങ് അനുവദിക്കരുതേ. മാനിക്കപ്പാ യേശുവേ, കൂടിയിരിക്കണമേ കർത്താവ്. ദാവീദ് പുത്ര, മനസ്സലിയണമേ. ശുശ്രൂഷകൾ ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാവി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.